ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്യൂട്ട് ഹെയർ സ്റ്റൈലാണ്. അപ്പം ഇതാണല്ലോ ക്യൂട്ട്നെസ്സിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. വിത്തിൻ 5 മിനിറ്റ്സിൽ നമുക്ക് 5 മിനിറ്റ്സ് പോലും വേണം നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ചീപ്പും 2 ബുഷും. ഓക്കെ, 2 ബുഷും വേണം. ഇത് മാത്രമേ നമുക്ക് ഈ ഹെയർ സ്റ്റൈലിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുക്കണം. സെൻറ്റർ പാർട്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. സെൻറ്റർ പാർട്ടീഷൻ തന്നെ എല്ലാം എടുത്താക്കണം. ഇവിടെ മിറർ ഉണ്ടോ നമുക്കത്. സെൻറ്റർ പാർട്ടീഷൻ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈഡ് പാർട്ടീഷൻ എടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്ക് സൈഡ് പാർട്ടീഷനിൽ ഇത് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ചെയ്യാനായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ പോക്കറ്റ് ഇടാം ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുദ്ര കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മുദ്ര ഇങ്ങനെ കൈ പിടിക്കുക. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈ കയറ്റിയിട്ട് ഇവിടെ നമുക്കൊരു ഏകദേശം ഒരു സെൻറ്ററിന്ന് തോന്നൂലേ, അവിടെ മിറർ ഉണ്ടാകാൻ ഞങ്ങൾ നോക്കണത്. ഏകദേശം ഒരു സെൻറ്ററിന്ന് തോന്നൂലേ, അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുക. ഓക്കെ ഓക്കെ, കണ്ടോ അവിടെ. എന്നിട്ട് നമ്മളിത് ഏകദേശം ഇത് നേരാക്കി കൊടുക്കുക. അവിടെ പിടിച്ച് പൊക്കി കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബുഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു ബുഷ് ഇട്ട് അതങ്ങ് ഉറപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യണേലും കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും വേറൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടോ ഈ മുടി ഇങ്ങനെ പൊക്കി പിടിക്കുക. കെട്ടിയാക്കണ മുടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് മുകളിലോട്ട് പൊക്കണം. മുകളിലോട്ട് പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇപ്പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സംഭവം റെഡി. കണ്ടോ, ഇതാണ് നമ്മളുടെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡ് സെറ്റ് ചെയ്ത പോലെ തന്നെ വിരൽ പിടിക്കുക, വകയ എവിടെയാണോ നമ്മൾ ഇത് വെച്ചാക്കണത് അവിടെ നോക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു ഇവിടെയല്ലേ ഇത് വന്നാക്കണം. അപ്പോൾ അവിടെ നോക്കി കൊണ്ടുപോയിട്ട് അതേപോലെ അങ്ങ് എടുക്കുക. ഓക്കെ, ചീപ്പെടുക്കുക, ഈടിക്കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ബുഷിടാം. തന്നെ ബുഷിട്ട് സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തേ, ഈ സൈഡ് ഇതിങ്ങനെ പൊക്കി പിടിക്കുക. ഒരെണ്ണം കൂടി ഇടാം കേട്ടോ, വേണമെങ്കിൽ. നമുക്ക് ടൈറ്റ് അല്ലാത്ത പോലെ തോന്നണേ. അപ്പോൾ നമുക്ക് ടൈറ്റ് ആവണ പോലെ ഇടാം. എന്നിട്ട് സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാക്കുക. ഇത് മുകളിലേക്ക് കൂടി പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മറ്റേ സംഭവം കിട്ടി. ഇങ്ങനെ കിട്ടി. നല്ല വൃത്തിയായിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. ഓക്കെ, ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റഡ്. 5 മിനിറ്റ്സ് പോലും നിങ്ങൾക്ക് എടുക്കില്ല ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് മതി. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ട് ചെയ്യണം. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ജീൻസിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ചുരിദാറിൻ്റെ ഒപ്പം ചേരും. എന്നിട്ട് കുറച്ച് ക്യൂട്ട്നെസ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അപ്പോൾ ജീൻസിൻ്റെ കൂടെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.